നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന 1857 റിവോൾട്ട്, 1857 ലഹള, അല്ലെങ്കിൽ നമ്മൾ ശിപ്പായി ലഹള, സിപ്പോയി റിവോൾട്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് റെസിസ്റ്റൻസ് ആണ് അഗെനിസ്റ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അന്ന് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ അതായത് ബ്രിട്ടൻ ക്രൗണിൻ്റെ അണ്ടറിലല്ലായിരുന്നു. പിന്നീട് ഈ ഒരു റിവോൾട്ട് നടന്നതിന് ശേഷമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ആ ഒരു അധികാരം എടുത്ത് മാറ്റിയിട്ട് നേരിട്ട് ഈ ഒരു രാജാവിൻ്റെ അണ്ടറിലായിട്ട്, ബ്രിട്ടൻ ക്രൗണിൻ്റെ അണ്ടറിലായിട്ട് ഈ ഒരു ഇന്ത്യ വരുന്നത്. അപ്പോൾ അത് ഈ റിവോൾട്ടിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ആ റിവോൾട്ട് തുടങ്ങുന്ന ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് റെസിസ്റ്റൻസ് അഗെനിസ്റ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് നടന്നൊരു റിവോൾട്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് പറഞ്ഞ ആൾ ആരാന്ന് വെച്ചാൽ വി.ഡി. സവർക്കറാണ്. അറിയാവുന്ന വ്യക്തിയാണ് അല്ലേ. അപ്പോൾ വി.ഡി. സവർക്കറാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ഇതിനെ പറഞ്ഞത്, ഈ 1857 റിവോൾട്ടിനെ പറഞ്ഞത്. പക്ഷെ അപ്പോഴും നമുക്കൊരു ചോദ്യചിഹ്നം വരാം, ഇതൊരു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നൊരു റിവോൾട്ടാണോ? നമുക്ക് ഈ റിവോൾട്ട് കംപ്ലീറ്റ് നമുക്ക് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നാം, ഇതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന്. അപ്പോൾ പല പ്രമുഖരും ആ സമയത്ത് തന്നെ ഈ വി.ഡി. സവർക്കർ പറഞ്ഞത് എന്താണ്, ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ ഒരു യുദ്ധം പോലെ തന്നെയാണ് കണ്ടത്. പക്ഷേ ബാക്കിയുള്ള വ്യക്തികൾ എല്ലാവരും അതിനെ അംഗീകരിച്ചില്ല. അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊന്നും അല്ലായിരുന്നു, ഒരു വാറായിരുന്നു, ഒരു ലഹളയായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു നമുക്കിനി കാണാം. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പല പല റീസൺസ് ഉണ്ട്, പല പല കാരണങ്ങളുണ്ട്. അതിൽ പൊളിറ്റിക്കൽ കോസസ് ഉണ്ട്, സോഷ്യൽ ആൻഡ് റിലീജിയസ് കോസസ് ഉണ്ട്, ഇക്കണോമിക് കോസസ് ഉണ്ട്, മിലിറ്ററി കോസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് റിലീജിയസ് കോസാണ്. അതായത് 1857 മുന്നേ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അതായത് ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ സിവിലൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ബ്രിട്ടൻ്റെ വസ്ത്രധാരണ രീതികളായാലും അവരുടെ സിവിലൈസേഷൻ, അവരുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം അങ്ങ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഇന്ത്യക്കാർ ശക്തമായി എതിർത്തിരുന്നൊരു സമയമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻസിനെ എന്തായിട്ട് മാറ്റി ക്രിസ്ത്യൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക്. പിന്നെ സതി, ഇൻഫാൻറ്റിസൈഡ്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡൊക്കെ ഇവർ നിരോധിച്ചു. പക്ഷേ അത് നമുക്ക് തോന്നും അത് നല്ലൊരു കാര്യമല്ല ഇവർ ചെയ്തത്. പക്ഷേ അന്നത്തെ നമ്മുടെ പ്രാചീന ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധുനിക ഇന്ത്യക്കാരെ പോലുള്ളൊരു ചിന്താശേഷിയുള്ള വ്യക്തികളായിരുന്നില്ല. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആചാരത്തിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ അത് ബ്രിട്ടീഷുകാർ നിരോധിച്ചത് അത് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായി. അബോളിഷൻ ഓഫ് പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, അതുപോലെ തന്നെ വിധവകളുടെ റീമാരേജ് നടത്തുന്നത് അന്ന് ബ്രിട്ടീഷുകാർ അതിനെ എന്ത് ചെയ്തു, ലീഗലൈസ് ചെയ്തൊരു കാര്യമാണ്. വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാം എന്നുള്ളത്, പുനർവിവാഹം. പക്ഷേ ഇന്ത്യക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പിന്നെ അതുപോലെ ആ സമയത്ത് റെയിൽവേകൾ, നമ്മുടെ ടെലി കമ്മ്യൂണിക്കേഷൻ, ടെലഗ്രാഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സ്പ്രെഡായി. അപ്പോൾ ഈ ഒരു റീസണും ഒക്കെ അതിന് കാരണമായി 1857 റിവോൾട്ടിലേക്ക്. ഇപ്പോൾ വേണ്ടി വന്ന് നമുക്ക് ചില സമയത്ത് പറയാം ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കൂടി. കാരണം ബ്രിട്ടീഷുകാരുടെ സിവിലൈസേഷൻ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിനോട് ഇന്ത്യക്കാർക്കൊരു വൈമുഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും മാറ്റണം എന്നുണ്ടായിരുന്നു എന്ന് പറയാം. എക്കണോമിക് കാസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പ്രധാനമായിട്ടുള്ള കാര്യം എന്തായിരിക്കും, ടാക്സ് അല്ലേ. ഹെവി ടാക്സ് ആയിരുന്നു ലാൻഡിലൊക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ സിപ്പോയി റിവോൾട്ട് എന്നാണ് നമ്മൾ തന്നെ പറയുന്നത്, ശിപ്പായി ലഹള എന്ന് പറയുന്നത്. ശിപ്പായിമാരെന്ന് പറയുന്നത് കൂടുതലും പെസൻറ്റ് ഫാമിലിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ പെസൻസ് ആണ് ഈ കൂടുതലായിട്ടും ഇവരുടെ ഈ ഒരു ടാക്സേഷൻസ് കാര്യങ്ങളൊക്കെ കൂടുതലും സഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇൻഫ്ലക്സ് ഓഫ് ബ്രിട്ടീഷ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കളും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് വന്നു. ഇൻഫ്ലക്സ് ഇന്ത്യക്കാരുടെ കരകൗശല വസ്തുക്കളും അതുപോലെ ബ്രിട്ടൻ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കളുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി കോസാണ്. മിലിറ്ററി കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ത്യൻ സിപ്പോയിസ്, അതായത് ശിപ്പായിമാരെന്ന് പറയുന്നത്, സോൾജിയേഴ്സ് എന്ന് പറയുന്നത് ആയിരുന്നു ഈ ബ്രിട്ടനിലുള്ള എല്ലാം നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ബ്രിട്ടീഷ് സോൾജിയേഴ്സിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ സിപ്പോയിസ് ആയിരുന്നു കൂടുതൽ. അതായത് മോർ ദാൻ 87% ഓഫ് ദ ബ്രിട്ടീഷ് ട്രോപ്സ് ഇൻ ഇന്ത്യ വേർ ദിസ് ഇന്ത്യൻ സിപ്പോയിസ്. ഒന്ന് ആലോചിച്ച് നോക്കി, 87% കൂടുതൽ ഇന്ത്യൻ സിപ്പോയിസ്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ തന്നെ ബ്രിട്ടീഷുകാരെ തുരത്താവുന്നേ ഉള്ളൂ, പക്ഷെ നിന്നില്ല. അപ്പോൾ ഇന്ത്യൻ സിപ്പോയിസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും ബ്രിട്ടീഷ് സോൾജിയേഴ്സിന് ഇൻഫീരിയർ ആയിരുന്നു. ബ്രിട്ടീഷ് സോൾജിയേഴ്സിന് ഇവരെന്തായിരുന്നു, ഇൻഫീരിയർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും സുപ്രധാനമായിട്ടുള്ള പൊസിഷൻസ് ഒന്നും കൊടുക്കത്തില്ല. വളരെ പ്രധാനപ്പെട്ട പൊസിഷൻസ് എല്ലാം ബ്രിട്ടീഷ് സോൾജിയേഴ്സിനായിരുന്നു. അതുപോലെ തന്നെ സെയിം റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥരിൽ തന്നെ ഇന്ത്യക്കാരാണെങ്കിലും
എന്താണ് ഫീസ് അവർക്കുള്ള സാലറി കുറച്ചായിരിക്കും കൊടുക്കുന്നത്. സെയിം റാങ്കിൽപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് ഫീസ് കൂട്ടിയും കൊടുക്കും. ഫീസല്ല, സാലറി കൂട്ടിയും കൊടുക്കും. അപ്പം ഇന്ത്യൻ സിപ്പോയ്സ് were paid less than the യൂറോപ്യൻ സിപ്പോയ്സ് എന്ന് പറയും, ഈവൻ ഇഫ് ദേ ആർ ഓഫ് ദ സെയിം റാങ്ക്. അതുപോലെ തന്നെ അവരെ വീടുകളിൽ നിന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് കടൽ കടന്ന് ബ്രിട്ടനിലേക്കൊക്കെ അവർ പറഞ്ഞു വിടുമായിരുന്നു ഇന്ത്യൻ സിപ്പോയ്സിനെ അവിടെ ചെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന റിവോൾട്ട് 1857 റിവോൾട്ടാണ്, അതായത് 1857 നടന്ന റിവോൾട്ടാണ്. 1857 റിവോൾട്ട് എന്ന് പറയുമ്പം നമ്മൾ കാനിങ് പ്രഭു ആയിരുന്നു അന്നത്തെ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഇത് ഗവർണർ ജനറൽ, പിന്നീട് വൈസ്രോയി ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയും. അപ്പം ആദ്യം 1856 1856 ഒക്കെ ആയപ്പോഴത്തേക്കും ലോർഡ് കാനിങ് പ്രഭു ഒരു കാര്യം ഇഷ്യൂ ചെയ്തു. അതായത് ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് എന്ത് ചെയ്തു, ഇത് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് സിപ്പോയ്സ് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കടൽ കടന്ന് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യണം ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് ലാൻഡിൽ പോയി ജോലി ചെയ്യണം, അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റൂൾ ഉണ്ടാക്കിയെടുത്തു. അതാരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. ഏത് ആക്ട് വഴിയാണ്? ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്നാണ് പറയുന്നത്, 1856. അപ്പോൾ അതും ഈ ഒരു കാര്യത്തിന് കാരണമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ 1856 മുതലാണ് കാനിങ് പ്രഭു ഗവർണർ ജനറൽ ആയത്. അപ്പോൾ അതിന് മുന്നേ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ദത്തവകാശം ഒക്കെ കൊണ്ടുവന്ന പിന്നെ ഗവർണർ ജനറൽ ആയിരുന്നു. ആരായിരുന്നു നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുക. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്തായിരുന്നു, കാര്യങ്ങളൊക്കെ നമ്മളിനി പറയും. ഓക്കെ, അപ്പോൾ ഇപ്പം ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരാണ്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവാണ്. 1848. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. അതെല്ലാം റീസൺസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ റീസൺസ് എന്തൊക്കെയായിരുന്നു, അപ്പോൾ അതെല്ലാം പറഞ്ഞല്ലോ. കാനിങ് പ്രഭുവിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് ഈ കാനിങ് പ്രഭുവിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, കാനിങ് പ്രഭു ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് വൈസ്രോയി. കാരണം എന്ന് വെച്ചാൽ ഈ 1857 റിവോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ അങ്ങ് അധികാരം ഇല്ലാതായി. അവർക്കെതിരെ ആയിരുന്നു ഈ റിവോൾട്ട് നടന്നത്. അപ്പോൾ അവരെ ഗവൺമെൻറ് അങ്ങ് എടുത്തു മാറ്റിയതിന് ശേഷം നേരിട്ട് രാജഭരണമായി, ബ്രിട്ടൻ്റെ ക്രൗണിൻ്റെ അണ്ടറിലായി. അപ്പോൾ ക്രൗണിൻ്റെ അണ്ടറിലായപ്പോഴത്തേക്കും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലായിരുന്നപ്പോൾ ഗവർണർ ജനറൽ എന്നറിയപ്പെട്ടിരുന്നവർ പിന്നീട് എന്തായി മാറി? വൈസ്രോയി ആയി മാറി. അപ്പോൾ ആ സമയത്ത് ഗവർണർ ജനറൽ ആയിട്ടിരുന്നത് കാനിങ് പ്രഭു ആയിരുന്നു. റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയതിന് ശേഷം, ക്രൗൺ വന്നതിന് ശേഷം ഗവർണർ ജനറൽ പദവി മാറ്റിയിട്ട് വൈസ്രോയി എന്നുള്ള പദവിയായി. അപ്പോൾ വൈസ്രോയി പദവിയിലിരിക്കുന്ന ആര് തന്നെയാണ്? കാനിങ് പ്രഭു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ ആയി മാറിയത്. എന്നാണെന്ന് ചോദിച്ചാൽ ഈ ഒരു റിവോൾട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 1858. അതുപോലെ തന്നെ ഇദ്ദേഹം പല പല കാര്യങ്ങൾ, വിഡ്രോവൽ ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്ന ഡൽഹൌസി പ്രഭു ആണെങ്കിലും അതിനെ നിരോധിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് എന്തെന്ന് പറയാം നമുക്ക്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സിൻ്റെ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. 1858 ഇന്ത്യൻ പീനൽ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയാൻ പറ്റും. IPC എന്ന് നമ്മൾ പറയല്ലേ, ഇന്ത്യൻ പീനൽ കോഡ്. അതൊന്നില്ല, BNS എന്നല്ല നമ്മൾ പറയുന്നത്. IPC ആര് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം മോദി സർക്കാർ എന്താക്കി മാറ്റി? അതിനെ IPC മാറ്റി, ഇപ്പോൾ BNS ഭാരതീയ ന്യായ സംഹിത എന്നാക്കി മാറ്റി. അപ്പോൾ ആരാ കൊണ്ടുവന്നത് IPC, ഇന്ത്യൻ പീനൽ കോഡ് കൊണ്ടുവന്നത്? ലോർഡ് കാനിങ് ആണ് കൊണ്ടുവന്നത്. 1858 കൊണ്ടുവന്നത്. വൈസ്രോയി ആയി കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് അല്ലേ. ഇൻട്രൊഡക്ഷൻ ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഹൈക്കോർട്ട് ആക്ട് എനാക്ട് ചെയ്തത് ഇദ്ദേഹമാണ്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് കൊണ്ടുവന്നു. അത് ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയി. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഡൗട്ട് കാണുമായിരിക്കും. ഹൈക്കോർട്ട് ആക്ട് എന്നാണ് കൊണ്ടുവന്നത് ഇദ്ദേഹം, അതുപോലെ ക്രിമിനൽ കോഡ് എന്നാണ് കൊണ്ടുവന്നത് എന്നുള്ള ഡൗട്ട് കാണും. അതെല്ലാം ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്താണ്, അതൊക്കെ നമുക്ക് വേറെ ടോപ്പിക്സാണ്. അപ്പോൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മാറിപ്പോകേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്താണ്, കാനിങ് പ്രഭു കൊണ്ടുവന്നത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ, നമ്മൾ കോസസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗാളിൻ്റെ കൺസോൾട്ടേഷൻ ഒരു കാസായിരുന്നു. ബംഗാളിൻ്റെ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1764 1764 1764
64 ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്, ബംഗാളിൻ്റെ കൺസോളിഡേഷൻ നടക്കുന്നത്. ബംഗാളുകളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന്, ബംഗാളിലെ പല പല വിഭാഗങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നു. അപ്പോൾ എന്താണ് ബംഗാളിൻ്റെ കൺസോളിഡേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിന്നെ ഒരു വീഡിയോയിൽ നോക്കാം. ബംഗാളിലെ പല പല ഭാഗങ്ങളെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒന്നിച്ചായിട്ട് ഒരു കൺസോളിഡേഷൻ ഉണ്ടായി, ബംഗാളിൻ്റെ ഒരു കൂടിച്ചേരലുണ്ടായി. കൺസോളിഡേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരൽ. അപ്പോൾ അതെല്ലാം ഉണ്ടായി, അത് 1764 അപ്പോൾ അതൊരു റീസൺ ആയിരുന്നു ഈ ഒരു റിവോൾട്ടേക്ക്. കാരണം അവിടെയൊക്കെ ഒരുപാട് റിവോൾട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ കോസസ് നമ്മൾ നോക്കുമ്പോൾ ഈ റൂളേഴ്സിൻ്റെ അടുത്തൊക്കെ ഈ ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര ഒരു അവമതിപ്പായിരുന്നു, ഡിസ്റെസ്പെക്റ്റ് ആയിരുന്നു അന്നത്തെ നാട്ടുരാജാക്കന്മാരുടെ അടുത്ത്. അവരുടെ പ്രിവിലേജസ് എല്ലാം ഇവർ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ അതിൽ നിന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ ഇന്ത്യൻസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി റോൾസോ അത് വലിയ വലിയ റോളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ ലീഡേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നാനാ സാഹിബിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ അദ്ദേഹമൊക്കെ നാട്ടുരാജാക്കന്മാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊന്നും പെൻഷൻ പോലും കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവർ ഈ റിവോൾട്ടിന് ഇറങ്ങി തിരിക്കാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ അനക്സേഷൻ ഓഫ് അവധിൻ്റെ അനക്സേഷൻ ഉണ്ടായി. അവധ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് നമ്മൾ ഈ ഒരു 1857 റിവോൾട്ട് പഠിക്കുമ്പോൾ. കാരണം അവധിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേയധികം ചെറുത്തുനിൽപ്പുകളും കുറേയധികം സമരങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു റിവോൾട്ടിൽ അവധ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു അനക്സേഷൻ ഓഫ് അവധ് എന്ന് പറയുന്നതും ഒരു പൊളിറ്റിക്കൽ കോസാണ്, ഇതിലേക്ക് നടന്ന ഒരു കാരണമാണെന്ന് പറയാൻ പറ്റും. അവധിനെ പിടിച്ചടക്കിയത്, അതായത് ബ്രിട്ടീഷുകാർ കുറേ നാട്ടുരാജ്യങ്ങൾ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാവ്സ് വഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കിനി പറയാം. അപ്പം അങ്ങനെയുള്ളതിൽ പെട്ടതാണ് അവധ് എന്ന് പറയുന്നത്. അവധും ബ്രിട്ടീഷുകാർ നാട്ടുരാജാക്കന്മാരെ പുറത്താക്കിയിട്ട് അവധ് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അനക്സേഷൻ എന്ന് പറയുമ്പോൾ ഇവർ കൂട്ടിച്ചേർത്തു, ബ്രിട്ടീഷുകാർ അവധിനെ അവരുടെ ഇതിലേക്ക് കൂട്ടിച്ചേർത്തു. ആ ഒരു റീസൺ കൂടി ഉണ്ട് ഇതിൻ്റെ പിറകിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റിവോൾട്ടിലേക്ക് നയിക്കാൻ. പിന്നെ അഗ്രികൾച്ചറൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ ആൻഡ് ഒപ്പിയം ഇതെല്ലാം തന്നെ ഫോഴ്സ്ഡ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇൻഡിഗോയുടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഡിഗോയുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, കുറേ സമരങ്ങളൊക്കെ. അപ്പം ഇൻഡിഗോയുടെ കൾട്ടിവേഷൻ കാര്യങ്ങൾ, ചമ്പാരനൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അഗ്രികൾച്ചറൽ എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടായി. അപ്പോൾ ക്ഷാമങ്ങളുണ്ടായി, ഫുഡ് ഷോർട്ടേജസ് ഉണ്ടായി, അതെല്ലാം പ്രശ്നങ്ങളായിരുന്നു. പിന്നെന്താ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർണ്ണവിവേചനം, ഇവർക്കെല്ലാം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ വർണ്ണവിവേചനം ചെയ്യുന്ന വ്യക്തികളായിരുന്നു. നമ്മൾ അത്രയും കളറില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിലീജിയൻ്റെ പേരിൽ, സോഷ്യൽ പ്രസ്റ്റീജിൻ്റെ പേരിലൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ. പിന്നെ പണ്ഡിറ്റ്, മൗലവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിലീജിയസ് ലീഡേഴ്സിന് അങ്ങനെ കുറേ പേരുകൾ കൊടുത്തിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റി. അപ്പം അവരുടെ ഒരു ട്രഡീഷണൽ ഇൻഫ്ലുവൻസ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ, മൗലവിമാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ മേൽ കുറച്ച് അധികാരവും അതുപോലെ തന്നെ സ്വാധീനമൊക്കെ ഉണ്ട വ്യക്തികളായിരുന്നു. പാരമ്പര്യമായിട്ട് തന്നെ അവർക്ക് ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള കുറേ പദവികളുണ്ടായിരുന്നു. അതുവഴി അവർ കുറേ ആൾക്കാരെ നിയന്ത്രിച്ചിരുന്നു. അതെല്ലാം ഇവരെടുത്ത് മാറ്റി. അതും പ്രതിഷേധത്തിന് കാരണമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവരെ ചേർക്കാൻ നോക്കി. അതെല്ലാം റീസൺസ് ആയിരുന്നു. മൗലവി, പണ്ഡിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്ത് മാറ്റിയത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒരു റീസണായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് റീസണായിട്ട് വരുന്നത്? അതുപോലെ അത് ഫെയിൽ ആവാനുള്ള റീസൺസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞില്ല ഇതുവരെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ 1848 ഡൽഹൗസി പ്രഭു, അതായത് ഗവർണർ ജനറലായിരുന്ന ഡൽഹൗസി പ്രഭു 1848 ആവിഷ്കരിച്ച ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രകാരം എന്താണ്, നാട്ടുരാജ്യങ്ങളെയൊക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ദത്തവകാശ നിരോധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അന്നത്തെ നാട്ടുരാജാക്കന്മാർക്കൊക്കെ മക്കളില്ലാത്ത സിറ്റുവേഷൻസിൽ അവർ ദത്തെടുക്കും കുട്ടികളെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അധികാരം, പിന്നെ പിന്തുടർച്ചാവകാശം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് പിന്നീട് അവരായിരിക്കും അവിടുത്തെ ഒരു അവകാശിയായിട്ട് മാറുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇവർ വന്നതിന് ശേഷം, ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഡൽഹൗസി പ്രഭു 1848 കൊണ്ടുവന്നതിന് ശേഷം തീരുമാനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്തവകാശ നിരോധനമാണ്. എന്ന് പറഞ്ഞാൽ ദത്തെടുക്കാനായിട്ട് പറ്റിയാലും
എന്താണ് ദത്തെടുത്ത് കഴിഞ്ഞാലും പിന്നീട് ഈ കുട്ടികൾക്ക് അവരുടെ അധികാരങ്ങളൊന്നും കൈമാറാൻ പറ്റില്ല. അതെല്ലാം നേരെ ബ്രിട്ടനിലേക്ക് പോകും ആ രാജ്യം എന്ന് പറയുന്നത്, നാട്ടുരാജ്യം എന്ന് പറയുന്നത്. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള മെയിൽ ഹെയർ വേണം. അതായത് നാച്ചുറൽ ആയിട്ടുള്ള തന്നെ ബൈ ബർത്ത് ഉണ്ടാവുന്ന ആ സ്വന്തം കുട്ടി തന്നെ ആയിരിക്കണം അവിടുത്തെ പിന്തുടർച്ച അവകാശി എന്ന് പറയുന്നത്. അതില്ലാതെ മരണപ്പെട്ടാൽ ദത്തെടുത്ത കുട്ടിക്ക് രാജ്യഭരണം സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വിൽ ലേറ്റർ ബി റിട്ടേൺ ടു അല്ലെങ്കിൽ സീസ്ഡ് ടു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് പിടിച്ചെടുക്കും. കൂടാതെ ഭരണാധികാരികൾ അയോഗ്യരാണെന്ന് കണ്ടെത്തിയാലും രാജ്യം പിടിച്ചെടുക്കാൻ ഈ നയം അനുമതി നൽകി. വേറൊരു റീസൺ കൂടിയുണ്ട്. ഭരണാധികാരികൾ എന്താണ് അത്ര കാര്യപ്രാപ്തിയൊന്നും ഇല്ലാത്തവരാണ്, ഇതൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ല എന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പിടിച്ചെടുക്കാം. അപ്പം അങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞാൽ പോരെ, അപ്പം തന്നെ ഇവരുടെ കൺട്രോളിലാവും അല്ലേ. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ മൊത്തം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം അല്ലേ. അപ്പം അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവർ പിടിച്ചടക്കിയ കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ട് ഇതുവഴി, ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വഴി പിടിച്ചെടുത്ത കുറച്ച് നാട്ടുരാജ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സത്താറ 1848 പിടിച്ചെടുത്തതാണ് എന്ന് പറയുന്നത്. സത്താറ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1856 അവധ് പിടിച്ചെടുത്തത്. അതാണ് ഈ ഒരു റിവോൾട്ടിലേക്ക് നയിച്ചതിൻ്റെ ഒരു റീസണിൽ ഒരെണ്ണം ഇതാണെന്ന് ഞാൻ പറഞ്ഞു, അനക്സേഷൻ ഓഫ് അവധ് 1856. 1848 ആദ്യമായിട്ട് ഈ നിയമം കൊണ്ടുവന്ന സമയത്ത് 1848 കൊണ്ടുവന്നത്. അന്ന് പിടിച്ചെടുത്തത് ഏതാ? സത്താറയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യം പിടിച്ചെടുത്തത് സത്താറ. അത് കഴിഞ്ഞ് 1849 ജയ്പൂർ ആൻഡ് സാമ്പൽപൂർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിടിച്ചെടുത്തത്. 1850 ആയപ്പോൾ ഭഗത്. ഛത്തീസ്ഗഡിലുള്ള ഉദയ്പൂർ പിടിച്ചെടുത്തത് 1852. 1853 ഝാൻസി, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഝാൻസി റാണി, അവരുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. അപ്പോൾ അവർ യുദ്ധത്തിലൊക്കെ ഈ റിവോൾട്ടിലൊക്കെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. എന്തുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിൽ ഇറങ്ങിയത്, ഈ റിവോൾട്ടിൽ വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഝാൻസി റാണിക്ക് ദത്തുപുത്രനായിരുന്നു, അപ്പോൾ ആ ഒരു അവകാശം ലഭിച്ചില്ല. അങ്ങനെയാണ് അവർ ഈ യുദ്ധത്തിലേക്ക് വന്നത്. അവരുടെ സാമ്രാജ്യം പിടിച്ചടക്കുകയുണ്ടായി. ഝാൻസി 1853 ഓർത്തേക്കുക. നാഗ്പൂർ 1854. ടോൺ ആൻഡ് എറിയോട്ട് എറിയോട്ടല്ല എർക്കോട്ട്, ടോൺ ആൻഡ് എർക്കോട്ട് എന്ന് പറയുന്നത് 1855. 1856 അവധ്. അങ്ങനെ കുറേ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കുകയുണ്ടായി ഈ നിയമം വഴി. അപ്പം 1848 മുതൽ 1856 വരെ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭു ആയിരുന്നു അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറയാം. അന്ന് ഗവർണർ ജനറൽ എന്ന് വരെ അതുവരെ പറയാം. അപ്പോൾ ലാസ്റ്റത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്ന് പറയും നിങ്ങൾ? ഡൽഹൌസി എന്ന് പറയരുത്, കാനിങ് പ്രഭുവാണ്. കാരണം കാനിങ് പ്രഭു ഇരുന്ന സമയത്ത് റിവോൾട്ട് സംഭവിക്കുന്നത്. അപ്പോഴും കാനിങ് പ്രഭു ഗവർണർ ജനറലാണ്. റിവോൾട്ടിൻ്റെ അനന്തരഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഗവർണർ ജനറൽ മാറി വൈസ്രോയി ആവുന്നത്. അപ്പോഴും കാനിങ് പ്രഭു തന്നെയാണ്. ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ റീസൺസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റീസൺസ് ഓൾമോസ്റ്റ് എനിക്കൊന്ന് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ സാവകാശം ഉണ്ടായി വന്ന കാര്യങ്ങളാണ്. ഇനി ഈ ഒരു വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം, ഈ വിപ്ലവം ഉണ്ടാവുന്നത് മെയ് 10, 1857 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്. മെയ് 10, 1857 ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതിന് പെട്ടെന്നുണ്ടായൊരു റീസൺ, ഇമ്മീഡിയറ്റ് കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ തോക്കിലെ തിരകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെയും പശുവിൻ്റെയൊക്കെ മാംസം വെച്ചിട്ടായിരുന്നു ആ ഒരു തോക്കിലെ തിര ഒക്കെ ഉണ്ടാക്കിയിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾക്ക് ഒന്നും റിലീജിയസ്ലി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അപ്പം അന്ന് കുറേയധികം സൈനികർ എന്താണ് ഇങ്ങനെ ആ തോക്ക് യൂസ് ചെയ്യാനൊക്കെ മടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത്. ഈ ഒരു അതിനുണ്ടാവുന്ന പ്രധാനപ്പെട്ടൊരു കോസ് അതായിരുന്നു എന്ന് പറയാൻ പറ്റും. കാരണം ഈ 1857 മെയ് 10 ഇത് വിപ്ലവം ഉണ്ടാവുന്നത്. പക്ഷേ ഈ മെയ് 10 മുന്നേ തന്നെ ഏപ്രിൽ 24 ഇത് സംഭവിക്കുന്നുണ്ട്, മീററ്റ് റിവോൾട്ട് ഉണ്ടാവുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാപം മെയ് 10 ഉണ്ടാവുന്നത് എവിടെയാണ്? മീററ്റിലാണ്. അപ്പം അതിന് മുന്നേ 1857 ഏപ്രിൽ 24 മീററ്റിൽ, അതേ മീററ്റിൽ തന്നെ 90ഓളം സിപ്പാഹിമാരെന്ന് പറയുന്നത് എന്താണ് ഈ ഒരു കേട്രിഡ്ജ് ഉപയോഗിക്കാനായിട്ട് തയ്യാറായില്ല. തോക്ക് യൂസ് ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഏകദേശം 90ഓളം സിപ്പാഹിമാർ ഏത് കവൽറിയിലുള്ളവരാണ്? 3rd നേറ്റീവ് കവൽറിയിലുള്ളതാണ്. 3rd നേറ്റീവ് കവൽറിയിലുള്ള 90ഓളം സിപ്പാഹിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. 24 ഏപ്രിൽ 1857 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട്
9 മെയ്യിൽ, അതായത് 9th മെയ് 1857, അതായത് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് തലേ ദിവസം തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ച 85ഓളം ഇന്ത്യൻ പട്ടാളക്കാരെ കോർട്ട് മാർഷൽ ചെയ്യുകയും അവരെ എന്ത് ചെയ്തു, 10 വർഷം ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തു. അപ്പോൾ ഇവരെ മോചിപ്പിക്കാനായി വിപ്ലവം തുടങ്ങി. ഡൽഹിയിലേക്ക് പിന്നീട് ഈ വിപ്ലവകാരികൾ മെയ് 10 വിപ്ലവം തുടങ്ങി